നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു, ഒരു MP വടകരയിൽ നിന്നുള്ള. ആ MP പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു 2024. അദ്ദേഹം പിന്നീട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പുതിയ വേഷപ്പകർച്ചകളിലൂടെ ആണ്. നമുക്കെല്ലാവർക്കും അക്കാര്യം അറിയാം. ആളുടെ പേരും വ്യക്തമാണ്, K. മുരളീധരൻ. ഈ K. മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്ക് നേരത്തെ മുതൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 2024 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് അമ്പി വന്നതിന് ശേഷം പിന്നീട് തിരുവനന്തപുരം അദ്ദേഹം സ്ഥിരം ഒരു പ്രദേശമാക്കി മാറ്റുകയും, അതായത് സ്ഥിരം പ്രവർത്തന മേഖലയാക്കി മാറ്റുകയും, തുടർന്ന് വനിതാ നേതാക്കൾക്കെതിരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്, ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ആയിരുന്നു. എന്നാൽ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് നിരവധി തവണയായി അദ്ദേഹം കുറ്റം പറയുകയും അല്ലെങ്കിൽ പരാതികൾ പറയുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരവസ്ഥ പറഞ്ഞു. കാരണം കേരളത്തിൽ പല ഭാഗങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലെ കുറ്റകരമായ അനാസ്ഥ, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിരന്തരം അദ്ദേഹം വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾക്കൊപ്പം കൂട്ടം കൂടിക്കൊണ്ട് ഈ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ മോർച്ചറിയിൽ കിടന്ന ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലും തുടർന്ന് ICUയിലേക്ക് മാറ്റിയത് ഈ വീണ ജോർജും അതിനു മുമ്പുണ്ടായിരുന്ന ശൈലജ ടീച്ചറും ചേർന്നുള്ള മന്ത്രിമാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതിനെയും ആരൊക്കെ എതിർപ്പ് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നാലും വാസ്തവം അതുതന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം, ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക്, നമ്മുടെ കേരളത്തിലുള്ള നിരവധി സ്വകാര്യ ആശുപത്രികളിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഇവിടെ മുടക്കിയിരിക്കുന്നത് 10,000-ൽ പരം കോടി രൂപയാണ്. എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആരോഗ്യ വ്യവസായ മേഖലയിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? അതും ആരോഗ്യ മേഖലയുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ. നമുക്കറിയാം അതെന്തിനു വേണ്ടിയായിരിക്കും. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ലാഭം കൊയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. അതിനും അപ്പുറത്ത് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യവും ഇതിന് മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രികളിൽ, ഈ നമ്മൾ പറയും ധർമാശുപത്രികളിൽ ഒരു നടക്കുന്നത് വെറും ഈ പറയുന്ന 7% 93% മെഡിക്കൽ നെഗ്ലിജൻസ് നടക്കുന്ന സ്ഥലങ്ങളാണ് സ്വകാര്യ ആശുപത്രികൾ. എന്നിട്ട് ഈ 100 എണ്ണം എടുക്കുമ്പോൾ 93ഓളം വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലോ UDF ആണെങ്കിലോ ഈ പറയുന്ന ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന നേതാവാണെങ്കിലോ മറച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്ന നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ജീവന് വിലയില്ലേ? സർക്കാർ ആശുപത്രികളിൽ വെറും 7% മാത്രമാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് 100 കേസുകൾ ഉണ്ടാകുമ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന അനാസ്ഥകൾ. ബാക്കി വരുന്ന 90-ലധികം വരുന്നതും ഈ പറയുന്ന സ്വകാര്യ മേഖലകളിൽ തന്നെയാണ്. ഇതിനെയൊന്നും ആരും ചോദ്യം ചെയ്യില്ല, മാധ്യമങ്ങൾ ചോദ്യം ചെയ്യില്ല, ഈ നമ്മുടെ പുതിയ മന്ത്രി പോലും ചോദ്യം ചെയ്യില്ല. ഇനിയും കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റിട്ട് കുറേയായി. 15-ന് ശേഷം ഇത്ര നാളായി. ഇത്രയും നാൾ കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട് ഒരു ആശുപത്രിയിൽ ഒരു വയോധികയുടെ കാലിലെ ഞരമ്പ് മുറിച്ച് കളയുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ആശുപത്രി കിടക്കയിൽ നിന്ന് പരിക്കേൽക്കുന്നു. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിയുടെ കാലിൽ പുഴുവരിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇങ്ങനെ ആയിരുന്നോ നമ്മുടെ കേരളത്തിലെ അവസ്ഥ? അല്ലായിരുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രോഗിയുടെ ശരീരത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല നമ്മുടെ ആതുരാലയങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ ഗതി മാറി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മന്ത്രിയോട് ആരെങ്കിലും നേർക്ക് നേരെ നിന്ന് 10 ചോദ്യം ചോദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ? ഇവിടെ മാധ്യമങ്ങളുടെ അജണ്ട വളരെ ക്ലിയർ ആണ്, നമുക്കറിയാം. ഇവിടെ UDFനെ തഴുകി തലോടി താരാട്ടുപാട്ട് പാടി കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ, പക്ഷേ ഇടതുപക്ഷത്തെ വീണ ജോർജ് ആണെങ്കിലോ ശൈലജ ടീച്ചർ ആണെങ്കിലോ ആരാണെങ്കിലും ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയൊരു നീക്കം പോലും ഇവിടെ വലിയ വാർത്തകളാവും. ഇവിടെ ആശുപത്രി കിടക്കയിൽ പുഴുവരിക്കുന്ന ശരീരവുമായി ഒരു രോഗി കിടന്നിട്ടും എവിടെയാണ് സമരം ചെയ്യാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ?
അവർക്ക് അവിടെ സമരം ചെയ്യില്ല. അതേസമയം വേറെ ഏതൊരു വിഷയത്തിലും നമുക്കെല്ലാം ഹർഷീന എന്ന് പറയുന്ന ഒരു യുവതിക്ക് ജോലി നൽകാൻ വരെ തയ്യാറായ സർക്കാരാണിത്. എന്നിട്ട് പോലും ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ ശരീരത്ത് പുഴുവരിച്ചിട്ട് പോലും അത് തിരക്കാൻ ഇവിടെ ഒരു സംവിധാനമില്ല. അത് ഈ ആരോഗ്യ മേഖലയുടെ പരാജയമാണെന്നേ. ഇനി ഓരോന്നായിട്ട് പരാജയപ്പെട്ട് തുടങ്ങുകയാണ് ഇവിടെ മുതൽ ആരോഗ്യ മേഖല. നമുക്കറിയാം, പനിക്കിടക്കയിലേക്ക് നമ്മുടെ കേരളം പോകുന്നു. ആരെങ്കിലും തിരിഞ്ഞും തിരുവഴിക്കും നോക്കിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക്? ഒരു പനി ക്ലിനിക്കുകളെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് പഠിച്ചു പറയുകയാണെന്നൊരു പേര് ദോഷമുണ്ട് അതിന്. ഒന്നും പഠിച്ചു പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് ആരോഗ്യവകുപ്പ് മോർച്ചറിയിലാണെന്നും ആരോഗ്യവകുപ്പ് ഈ പറയുന്ന പോലെ വെന്റിലേറ്ററിലാണ് എന്നൊക്കെ വീരവാദം മുഴക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് നീക്കമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ 15 ദിവസത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടേയില്ല. നമ്മുടെ കേരളത്തിലെ അതിന് പകരം പറഞ്ഞെന്താ, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂട്ടും. നമ്മുടെ കേരളത്തിൽ 14 മെഡിക്കൽ കോളേജുകളുണ്ട്. സ്വകാര്യ മേഖലയിൽ 22ഓളം വരുന്ന മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകൾ എടുത്ത് പരിശോധിച്ചാൽ ജില്ല 1-ന് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള കണക്കിൽ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ മെഡിക്കൽ കോളേജ് നിർമ്മാണം. 1957 ശേഷം തുടങ്ങിയതല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവിടെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, ഡയാലിസിസ്, കാത്ത് ലാബുകൾ, ഇതെല്ലാം ഇടുക്കി ഒഴികെ ബാക്കി എല്ലായിടത്തും കാത്ത് ലാബ് യൂണിറ്റുകൾ വരെ വന്നു കഴിഞ്ഞു. ഇത് UDF സർക്കാരിൻ്റെ വികസന നേട്ടമായി കണക്കാക്കാൻ കഴിയുമോ? ഇതൊക്കെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായി കൊണ്ടുപോയാൽ അടുത്ത 5 വർഷക്കാലം ആരോഗ്യ മേഖലയെ സുഭിക്ഷമായിരുന്നു ഭരിക്കാൻ കഴിയും കെ മുരളീധരനെ പോലൊരു മന്ത്രിക്ക്. പക്ഷെ അതിന് ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം. അതായത് ഈ മെഡിക്കൽ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ട്രൽ ബോണ്ട് വഴി മേടിച്ച് കീശയിലാക്കിയിരിക്കുമ്പോൾ എന്ത് സർക്കാർ ആശുപത്രി, എന്ത് സാധാരണക്കാരൻ്റെ ചികിത്സ? ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 25 ലക്ഷം രൂപ ഇവിടെ സാധാരണക്കാരൻ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താനിരിക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ട്? നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ, സാധാരണ ആശുപത്രിയിൽ അത് വേണ്ടി വരുമോ? സർക്കാർ ആശുപത്രിയിൽ വേണ്ടി വരുമോ? ഇല്ല. അപ്പോഴും പിന്നെ ഇത് ആർക്ക് ഗുണം ചെയ്യും? ഇതൊക്കെ നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഇവിടെയാണ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലേ? നമ്മൾ നോക്കിക്കോളൂ, രോഗി വീഴുന്നു, നമ്മുടെ ഈ പറയുന്ന പോലെ ആളിൻ്റെ കാലിലെ ഞരമ്പ് മുറിച്ച് കളയുന്നു. നേരെ വന്നതാണ് ഒരു സർജറിക്കായിട്ട്. അവരുടെ കാലിലെ ഞരമ്പ് അവസാനം അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കഴിയുമ്പോഴാണ് അറിയുന്നത് അവരുടെ കാലിലെ ഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ള വിവരം. ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലേ? ആരോഗ്യരംഗത്തുണ്ടായ കടുത്ത അനാസ്ഥയല്ലേ? ഒരു രോഗിയുടെ കാലിനുള്ളിലേക്ക് മരക്കഷ്ണം വെച്ച് തുന്നിക്കെട്ടി വിടുന്നു. ഇത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ അനാസ്ഥയല്ലേ? എവിടെയാണ്? വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് വിമർശിക്കാനായി നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ കണ്ട നേതാക്കന്മാരൊക്കെ എവിടെയാണിപ്പോൾ? മാളത്തിൽ കയറി ഒളിച്ചുപോയോ? അപ്പോൾ ഇപ്പോൾ ആർക്കും വിമർശിക്കാനൊന്നുമില്ല. ഇപ്പോൾ ആരോഗ്യ മേഖല വളരെ സുഭിക്ഷമായി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പൊടി പോലും കാണാനില്ല. റിപ്പോർട്ട് കിട്ടിയിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കട്ടെ, അന്വേഷണം നടത്താം, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഉള്ളൂ മറുപടി. അല്ല, കൃത്യമായ ഏതെങ്കിലും തരത്തിൽ ഹർഷീനയെ പോലെ തെരഞ്ഞെടുപ്പിന് അനുകൂലമായി നിലപാടുകൾ സ്വീകരിച്ചവർക്ക് ജോലി കൊടുത്തു. അല്ല, അതിനപ്പുറത്ത് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഇപ്പോഴും തുടക്കത്തിൽ തന്നെ പിഴച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് വളരെ ഫലവത്തായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. വേനൽ മഴ വരുന്നു, പനി പടർന്നു പിടിക്കുന്നു, ഇനി അങ്ങോട്ട് കാലവർഷം തുടങ്ങാൻ പോകുന്നു. ഈ കാലവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ചില സാധാരണ ഘടകങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭരിക്കുന്ന ആരോഗ്യ വകുപ്പ് തുടക്കം പിഴച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന മന്ത്രിക്ക് ഒട്ടേറെ വിയർപ്പൊഴുക്കേണ്ടി വരും. അതിന് ഈ കണ്ട കാലം അത്രയും പറഞ്ഞു കിടന്ന കുറ്റപ്പെടുത്തലുകളോ കുറ്റം പറച്ചിലുകളോ ആരോപണങ്ങളോ അതിൻ്റെ ഒന്നും ശക്തി പോരാതെ വരും. തന്നെയുമല്ല, കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒറ്റയ്ക്കൊരു ബ്ലോക്കായി മാത്രം നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. കാര്യം ഗ്രൂപ്പില്ലാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനത്തെ നിലവിലത്തെ സാഹചര്യങ്ങൾ പലതുമുണ്ട്. ഇവിടെ ജനങ്ങളുടെ ആരോഗ്യത്തെ വെച്ചുകൊണ്ട് വിലപേശാനായി നിൽക്കരുത്. ഇവിടെ പല പ്രലോഭനങ്ങളും ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് ഫണ്ട് മുടക്കി വരും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വഴിയായി കോടികൾ എത്തിച്ചു കൊടുത്ത ആരോഗ്യ മേഖലയിലെ വലിയ വമ്പൻ സ്രാവുകളും ഒക്കെ ഉണ്ടാകും അപ്പുറത്ത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവരുടെ ആരുടെയും വോട്ട് കൊണ്ടല്ല UDFന്റെ സർക്കാർ അധികാരത്തിൽ കയറിയത് എന്നുള്ള കാര്യം ഓർമ്മ വേണം. കാരണം ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടാകരുത് ആരോഗ്യ മേഖല പ്രവർത്തിക്കേണ്ടത്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.